വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ചുക്ക് മല്ലി കാപ്പിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കോവിഡിൻ്റെ പ്രശ്നങ്ങൾ മാത്രമല്ലാതെ സാധാരണ ഉണ്ടാകുന്ന ജലദോഷം, തൊണ്ടവേദന, ചുമ ഇവയെല്ലാത്തിനും ഒരു താൽക്കാലിക ആശ്വാസമായിട്ട് നമുക്ക് ഈ ചുക്ക് മല്ലി കാപ്പി കുടിക്കാവുന്നതാണ്. തണുപ്പുള്ള കാലാവസ്ഥകളിൽ ഡെയിലി ഒരു നേരമെങ്കിലും ഇത് കുടിച്ചാൽ നല്ലൊരു ആശ്വാസം കിട്ടും. ഈ ചുക്ക് മല്ലി കാപ്പി കുടിക്കാൻ ചില കുട്ടികൾക്കൊക്കെ മടി കാണും. അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലും നല്ല ടേസ്റ്റി ആയിട്ടും ഇതെങ്ങനെ സെർവ് ചെയ്യാമെന്ന് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിനു മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണം. ചുക്ക് മല്ലി കാപ്പി ഉണ്ടാക്കാൻ ആദ്യം തന്നെ നമുക്ക് 2 വലിയ കഷ്ണം ചുക്ക് വേണം, 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി വേണം, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 3 ഗ്രാമ്പു, 1 നുള്ള് ഉലുവ, 1 നുള്ള് ചെറിയ ജീരകം, 2 കഷ്ണം തിപ്പല്ലി. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം, ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ്. 3 ചെറിയ കഷ്ണം പട്ട, 3 ഏലക്ക. ഇനി മധുരത്തിനായിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ശർക്കരയോ പനം കൽക്കണ്ടോ എടുക്കാവുന്നതാണ്. പനഞ്ചക്കര ഉള്ളവർക്ക് അതും എടുക്കാം. ഞാനിവിടെ ശർക്കര ഉപയോഗിച്ചാണ് ഇത് കാണിക്കുന്നത്. കുട്ടികൾക്കും കൂടെ കൊടുക്കാനാണെങ്കിൽ പനം കൽക്കണ്ട് എടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. ഇനി നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻറ്റും തനിയെ എടുത്ത് ഇതുപോലെ ചതച്ചെടുക്കണം. ചെറിയ അളവിൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാനിതുപോലെ ചതച്ചെടുക്കുന്നത്. നിങ്ങൾക്കിത് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയെടുത്ത് സ്റ്റോർ ചെയ്യാനാണെങ്കിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതെല്ലാം മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് ഒരു ബോട്ടിലാക്കി ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം ചതച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുമിച്ചിട്ടാൽ നന്നായിട്ട് ചതഞ്ഞ് കിട്ടാത്തത് കൊണ്ടാണ് ഇതുപോലെ തനിയെ ഇട്ട് ചതച്ചെടുക്കുന്നത്. ഇതുപോലെ എല്ലാ ഇൻഗ്രീഡിയൻസും ചതച്ചെടുത്ത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി മധുരം വേണ്ട എന്നാണെങ്കിൽ ശർക്കര നമുക്ക് ഒഴിവാക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിനി അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം. നമ്മളുടെ ചുക്ക് മല്ലി കാപ്പി ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ തിളക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും എസെൻസ് ഒക്കെ ഇതിലേക്ക് ഇറങ്ങാനുണ്ട്. അപ്പം നമുക്കിതൊരു 5 മിനിറ്റ് കൂടെ ഫ്ലെയിം സിമ്മിൽ വെച്ച് ഒന്ന് അടച്ച് വെച്ച് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. അടച്ചു വെക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് മൂടി തുറന്നിരിക്കുന്ന രീതിയിൽ വേണം അടക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പുറത്തേക്ക് തിളച്ചു പോകാൻ സാധ്യതയുണ്ട്. 5 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കുമ്പോൾ നമ്മളുടെ ചുക്ക് മല്ലി കാപ്പിയുടെ കളറ് നേരത്തെ കണ്ടതിലും നല്ല ഡാർക്ക് കളറായിട്ടാണ് ഇപ്പോഴായിരിക്കുന്നത്. വെള്ളവും അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ചുക്ക് മല്ലി കാപ്പി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു 2 മിനിറ്റും കൂടി ഇത് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് അരിച്ചൊഴിച്ച് ചൂടോടുകൂടി തന്നെ കുടിക്കാം. ഇതെങ്ങനെ 2 രീതിയിൽ സെർവ് ചെയ്യാം എന്നും ഞാൻ കാണിക്കാം. ഇത് പ്ലെയിൻ ആയിട്ട് തന്നെ കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് നല്ല അടിപൊളി ചുക്ക് മല്ലി കാപ്പിയായിട്ട് തന്നെ ഇത് കുടിക്കാവുന്നതാണ്. ഇനി കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഈ രുചി അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾക്കിത് വേറെ 2 രീതിയിൽ എങ്ങനെ സെർവ് ചെയ്യാമെന്ന് കാണിക്കാം. ഒരു ഗ്ലാസ്സിൽ 1/4 ഗ്ലാസോളം തേങ്ങാപ്പാലാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. മറ്റൊരു ഗ്ലാസ്സിൽ അതേ അളവിൽ തന്നെ പശുവിൻ പാല്, അതും നന്നായിട്ട് തിളപ്പിച്ച് ചൂടോടുകൂടി തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാലിൽ അധികം വെള്ളം ചേർക്കാതെ കട്ടിയുള്ളതായിട്ട് തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചുക്ക് മല്ലി കാപ്പി ഈ ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. കുട്ടികൾക്കാണെങ്കിൽ കാപ്പിപ്പൊടി ചേർക്കേണ്ട, വലിയവർക്കാണെങ്കിൽ വേണമെങ്കിൽ ഫ്ലേവറിന് കുറച്ച് കാപ്പിപ്പൊടി ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പശുമ്പാല് കുടിക്കുന്നത് ചിലർക്ക് അലർജി കാണും. അങ്ങനെയുള്ളവർക്ക് ഈ ചുക്ക് മല്ലി കാപ്പി തേങ്ങാപ്പാലിൽ ഇതുപോലെ മിക്സ് ചെയ്ത് കുടിക്കാവുന്നതാണ്. കുട്ടികൾക്കാണെങ്കിലും തേങ്ങാപ്പാലിൽ ഇതുപോലെ ചുക്ക് മല്ലി കാപ്പി മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കുമായിരിക്കും. ഇതുപോലെ പാലിലോ തേങ്ങാപ്പാലിലോ മിക്സ് ചെയ്ത് കുടിക്കുകയാണെങ്കിൽ അവർക്ക് ഒട്ടും തന്നെ ഇതിൻ്റെ എരിവും മനസ്സിലാകില്ല. എന്നാൽ നല്ലൊരു മിൽക്ക് ഷേക്കിൻ്റെ ഫ്ലേവർ ആയിരിക്കും ഇതിന് കിട്ടുക. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇതുപോലെ തന്നെ കുടിക്കാം.
അപ്പം നമ്മളുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ചുക്കുമല്ലി കാപ്പിയുടെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കൂടുതൽ അളവിൽ പൊടിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾ സാധാരണയായിട്ട് എടുക്കുന്ന ചായയിലോ കാപ്പിയിലോ ഒക്കെ 1/2 സ്പൂൺ വീതം ഇതിട്ട് തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള അലർജിയൊക്കെ മാറിക്കിട്ടും. ഡെയിലി ഒരു നേരമെങ്കിലും ഇത് കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഇമ്മ്യൂണിറ്റിയൊക്കെ ബോഡിയിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളുടെ ബോഡിക്ക് വേണ്ട അത്യാവശ്യം ഇമ്മ്യൂണിറ്റിയൊക്കെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല രുചിയിലും ഒട്ടും പുറകോട്ടല്ല. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാം. താങ്ക് യു സോ മച്ച്.